ഇവരെ കുറച്ച് പിള്ളേർ അതിൽ ഇവനെ ഇങ്ങനെ നോക്കി നിന്ന് അതിൽ കിട്ടിയവരെ അവര് മൃഗീയമായിട്ട്, അതായത് മുൻ വൈരാഗ്യം വെച്ചിട്ടുള്ളവര് ചെയ്ത, അതായത് ഇങ്ങനത്തെ ഒരു ഡോക്ടർമാർ പറയുന്നുണ്ട്, ഒരു മനസാക്ഷിയുള്ള ആളുകൾ ഇത് ഇങ്ങനെ ചെയ്യൂല. പക്ഷെ ചെറിയ കൈകൊണ്ടുള്ള അടികളല്ല വന്നത്, എല്ലാം പൊട്ടുണ്ട്, പെരടിയുടെ ഭാഗത്ത് ബ്ലഡ് ഇപ്പോൾ കോട്ടായി കിടക്കുന്നത്, ഒന്നും പറയാൻ പറ്റാത്ത സ്റ്റേജിലാണ് നിൽക്കുന്നത്. നമസ്കാരം. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫെയർവെൽ പാർട്ടിക്കിടെയുണ്ടായ അടിപിടിയിൽ ഗുരുതരമായി പരിക്കേറ്റ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ അച്ഛൻ്റെ വാക്കുകളായിരുന്നു ഇത്. വട്ടോളി MJHSS വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ ഉള്ളത്. തീർന്നില്ല. ഈ വാർത്ത ചർച്ച ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കാസർഗോഡ് 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പ് ആഘോഷത്തിന് ലഹരി പാർട്ടി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പോലീസ് പരിശോധനയിൽ കുട്ടികളിൽ നിന്ന് കഞ്ചാവ് പിടികൂടുകയും ചെയ്തു. നമ്മുടെ സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും ഇത്തരം സിനിമാ സ്റ്റൈൽ ലഹരി പാർട്ടികളുടെയും അക്രമങ്ങളുടെയും അടിപിടിയുടെയും വാർത്തകളാണ് നിരന്തരം പുറത്തു വരുന്നത്. റാഗിങ്ങിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളും കേരളം ഞെട്ടലോടെയാണ് കാണുന്നത്. എന്താണ് കുട്ടികളിലെ അക്രമവാസന കൂടാൻ കാരണം? ആരാണ് ഉത്തരവാദികൾ? ക്രൂരതകൾ ആവേശമായി മാറുന്ന സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ? കലയുടെ പേരിലുള്ള വ്യാജ നിർമ്മിതികൾ സാംസ്കാരിക വിഷം എന്ന് വിമർശിക്കുന്നത് മറ്റാരുമല്ല, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തന്നെയാണ്. എൻഡോസൾഫാൻ പോലെ മാരകമായ സിനിമകൾ ഉണ്ട്. മനുഷ്യൻ്റെ വന്യത ഉണർത്തുന്ന സിനിമകൾ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. സെൻസറിംഗ് മറികടന്ന് ക്രൂരതയും പൈശാചികതയും അവതരിപ്പിക്കുകയാണ്. പരിമിതികൾ ഉണ്ടെങ്കിലും ചലച്ചിത്ര അക്കാദമി ഇടപെടും എന്നും ചെയർമാൻ പ്രേംകുമാർ പറയുന്നു. പ്രത്യേക ചർച്ച ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്, കൊല്ലിക്കുന്ന സിനിമകളും. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത തിരക്കഥാകൃത്ത് ശ്രീ വിനു കിരിയത്ത്, യുവ നടൻ ശ്രീ വിയാൻ, ശ്രീ FA നിതിൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അധ്യാപികയായ ദീപപ്രസാദ് എന്നിവർ ആണ്. ആദ്യം യുവനടനായ വിയാനിലേക്കാണ് ഞാൻ പോകുന്നത്. വിയാൻ, താങ്കൾ സിനിമാ മേഖലയിൽ ചുവടുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ആണ്. ഒരു പക്ഷേ താങ്കളെ അടയാളപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു മാമാങ്കം എന്ന സിനിമയിലൂടെയാണ് എന്ന്. ആ സിനിമയിലും ഈ പറയുന്നത് പോലെ സ്റ്റണ്ടുകൾ ഉണ്ട്, അക്രമങ്ങളുടെ ദൃശ്യങ്ങളുണ്ട്, പോരാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ട്. അപ്പോൾ സിനിമ എന്നത് പണ്ടുകാലം മുതൽ ഇത്തരത്തിൽ അക്രമങ്ങളും അടിപിടിയുമൊക്കെ അതിൻ്റെ പ്രമേയത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്ത് ഇറങ്ങുന്ന പല സിനിമകളിലെയും അക്രമങ്ങൾ, അടിപിടികൾ, അതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ കണ്ണിനും മനസ്സിനും താങ്ങാൻ പറ്റാത്ത തരത്തിലേക്കാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. എന്താണ് താങ്കളുടെ ഒരു നിഗമനം? അതായത് കാലം ആവശ്യപ്പെടുന്ന അക്രമങ്ങളും അടിപിടിയുമൊക്കെയാണോ ഇപ്പോൾ സിനിമയിലുള്ളത്? അഭിലാഷ്, ഇന്നത്തെ ഈ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു കൊലപാതകത്തിലാണ് ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കൊലപാതകം സംഭവിക്കുന്നത് സിനിമയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന്. പക്ഷെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും 70കളിലും 80കളിലും പല രീതിയിലുള്ള കൊലപാതകങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ശരിയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം തന്നെയാണെന്നുള്ളതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അതിന്റെ ചീത്ത വശങ്ങൾ ഉള്ള സിനിമ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൂടുതൽ വയലൻസ് ഉള്ള ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകോത്തര സിനിമകളായിട്ടുള്ള ഷോഷാങ്ക് റിഡംപ്ഷൻ, അതുപോലെ പേഴ്സ്യൂട്ട് ഓഫ് ദ ഹാപ്പിനെസ്, അല്ലെങ്കിൽ 3 Idiots പോലുള്ള സിനിമകൾ കണ്ടിട്ട് എത്ര പേര് ഇൻസ്പയർ ആയി ആ ഒരു പാത എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ഇപ്പൊ ലാലേട്ടന്റെ ആണെങ്കിൽ തന്നെ ദൃശ്യം സിനിമ കണ്ടിട്ട് ആരെങ്കിലും അതുപോലൊരു കൊലപാതകത്തിന് വേണ്ടി മുതിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്നെ സംബന്ധിച്ച് മനസ്സിലായിട്ടുള്ളത്, നമ്മള് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ, അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അവർക്ക് പാഠ്യപദ്ധതികൾ ലസാഗ ഉസാഗ പോലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്. അതല്ലാതെ
സ്കൂൾ തലങ്ങളിൽ തൊട്ട് തന്നെ ഇത് സിനിമയാണെന്നും സിനിമ എങ്ങനെയാണ് എന്തിനാണ് അതൊരു വിനോദ മാധ്യമമായിട്ട് അതിനെ കാണാനും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ. തീർച്ചയായും അവിടെ വിയാൻ ഞാനൊന്ന് ഇടപെടുന്നത് വിയാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ലോകോത്തര സിനിമകളുണ്ട്, ക്ലാസിക് സിനിമകളുണ്ട്, അതിലൊക്കെ ഈ പറയുന്നത് പോലെ ക്രൈം ഉണ്ട്, സെക്സ് ഉണ്ട്, വയലൻസ് ഉണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതെല്ലാവരും അനുകരിക്കാറുണ്ടോ എന്നത് സ്വാഭാവികമായൊരു ചോദ്യം തന്നെയാണ്. സിനിമകൾ എപ്പോഴും ആഘോഷിക്കപ്പെടുന്നത് യൂത്താണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഞാനൊരു ഉദാഹരണമായി പറയുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 1-2 സിനിമകൾ, മാർക്കോ പോലെയുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ പണി എന്നു പേരുള്ള സിനിമ, അതല്ല എങ്കിൽ ആവേശം പോലുള്ള സിനിമകൾ, അങ്ങനെയൊക്കെ ആ സിനിമകളൊക്കെ തിയേറ്ററിൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നു. അതിൽ തന്നെ ഈ മാർക്കോ എന്ന സിനിമ അത് 18+ ആണ് പ്രേക്ഷകർ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുട്ടികൾക്ക് ആ സിനിമ കാണണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു. അതിൻ്റെ പേര് പല കുട്ടികളും ഡോക്യുമെൻ്റുകൾ വരെ തിരുത്തി സിനിമ തിയേറ്ററുകളിൽ പോയി ഈ സിനിമയൊക്കെ കാണാൻ ശ്രമിച്ചു എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത്. അത് ഉറപ്പിച്ച് സ്ഥിരീകരിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. പിന്നീട് അത് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അതിൽ ഏറ്റവും കൂടുതൽ കാണികളായിട്ടുള്ളത് ഈ കുട്ടികളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു തിരിച്ചറിവിൻ്റെ പ്രശ്നമുണ്ടല്ലോ, അതായത് അതുകൊണ്ടാണല്ലോ ഈ 18+ എന്ന കാറ്റഗറി തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇത് കാണുകയും അതാണ് ഹീറോയിസം, അതാണൊരു യൂത്തിൻ്റെ അല്ലെങ്കിൽ യുവാവിൻ്റെയൊക്കെ പ്രകടിതമായ സ്വഭാവം എന്നവർ തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ശരിയാണ്. അതിലേക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇപ്പൊ ഒരു 80s കിഡ്സിന്റെ ഒക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മളൊരാണ് ധൈര്യത്തോട് പോയി കാണാൻ നമ്മൾ തയ്യാറാവില്ല. കാരണം ആ സിനിമകൾ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ സമൂഹത്തെ നമ്മൾ പേടിക്കണം. നമുക്കത് അറിയാം, അത് അഡൽട്സ് ഓൺലിയാണ്, 18 വയസ്സിന് ശേഷമേ അത് കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് തിരിച്ചറിവ് വന്ന കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പോ ടെലിഗ്രാം പോലുള്ള, അല്ലെങ്കിൽ ഇപ്പോ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ പല വീടുകളിലും ഇപ്പോ ഹോം തിയേറ്ററുകളായി. ഇന്ന് ഇതുപോലുള്ള സിനിമകളെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മുന്നിൽ ഇല്ല. ഇന്ന് എല്ലാം പബ്ലിക്കാണ്. ഇന്നിപ്പോ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് എന്താ പറയാ, എന്താണ് ക്രൈം എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് കഴിഞ്ഞവരെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയാണ് 9ാം ക്ലാസ്സുകാരനുള്ളത്. അത് എവിടെ നിന്ന് കിട്ടുന്നു? നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയയും അതുപോലുള്ള പല പ്ലാറ്റ്ഫോമുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇതുപോലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ കാണുമ്പോൾ അതിനെ തിരുത്തി കൊടുക്കാനുള്ള ചുമതലയാണ് ഇന്നത്തെ സ്കൂളിൽ, അതായത് സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ അത് ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലുപരി ഇന്ന് പല പാരന്റ്സിനും കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാനുള്ള സമയം വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവരെപ്പോഴും വൈകിട്ടോ ജോലി കഴിഞ്ഞ് വന്നാൽ തന്നെ അവർ ഫോണിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും റീൽസും കണ്ടുകൊണ്ട് ഈ കുട്ടികളായിട്ട് എന്താണെന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് ചോദിക്കാൻ പലരും മുതിരാറില്ല. കാരണം അവർക്ക് അതിനുള്ള സമയമില്ല. ഈ സമയമില്ലായ്മയാണ് ഈ ബന്ധങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുന്നത്. ഞാൻ ഈ കരിയർ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് 50ഓളം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി സംസാരിച്ചിട്ട് ഒരാളാണ്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സും അവിടെയുള്ള മാനേജേഴ്സും എന്നോട് പറയാനുള്ളത് ആ സ്കൂളിൽ നടക്കുന്ന ഏറ്റവും വലിയ ഡ്രഗ്സിനെ കുറിച്ചിട്ടായിരുന്നു. നമുക്കൊക്കെ കേട്ട പേടിച്ചു പോകുന്ന രീതിയിലാണ് ഇന്ന് പല സ്കൂളുകളിലും നടക്കുന്നത്. പക്ഷേ അവർ ഒരു കാരണവശാലും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കില്ല. കാരണം എന്താണ്? ആ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും എന്നുള്ള പേടി കൊണ്ട് മാത്രം. ഇങ്ങനെ എത്ര കാലം നമുക്ക് ഇതിനെ കുറിച്ച് പേടിച്ച് നിർത്താൻ പറ്റും? ഇതിന് തടയിടേണ്ടത് നമ്മുടെ എന്താ പറയാ അധികാര വർഗങ്ങളും ആണ്. ഞാൻ റിയാനിലേക്ക് എത്താം. തീർച്ചയായും അധ്യാപിക കൂടിയായ ദീപപ്രസാദ് ചേരുന്നുണ്ട്. ദീപപ്രസാദിലേക്ക് പോകുന്നതിന് മുമ്പ് തിരക്കഥാകൃത്ത് ശ്രീ വിനു കിരിയത്ത് കൂടി ചേരുകയാണ്. ശ്രീ വിനു, ഞാൻ നേരത്തെ വിയാനോട് ചോദിച്ചിരുന്നത്, ഈ സിനിമ നമുക്കറിയാം ഒരുപക്ഷെ മറ്റേത് മാധ്യമത്തെക്കാളും കലാരൂപത്തെക്കാളും മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കലാരൂപം സിനിമയാണ്. അത് ചരിത്രം പരിശോധിച്ചാലും മറ്റൊന്നല്ല എന്നത് വ്യക്തമാകും. സിനിമകൾ എപ്പോഴും യൂത്താണ് ആഘോഷമാക്കി മാറ്റാറുള്ളത്. അത് പലപ്പോഴും യൂത്തിനെക്കുറിച്ചുള്ള പ്രമേയങ്ങൾ തന്നെ ആകണമെന്നില്ല. ഇപ്പോൾ പക്ഷേ അടുത്ത കാലത്തൊക്കെ ഇറങ്ങുന്ന പല സിനിമകളുടെയും കഥാബീജം എന്നത് ഈ കലാലയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത്തരം സിനിമകളൊക്കെ മലയാളത്തിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യുവജനോത്സവം പോലെയൊക്കെയുള്ള പല സിനിമകളുണ്ട്. അല്ലെങ്കിൽ റാഗിങ് എന്നത് പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ക്യാമ്പസുകളെക്കുറിച്ച് കാണിക്കുമ്പോൾ, വിദ്യാർത്ഥികളെക്കുറിച്ചൊക്കെ കാണിക്കുമ്പോൾ അതിലെപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ ഒരു റോൾ ഉണ്ടാകുന്ന തരത്തിലാണ്. അതാകട്ടെ ഒരു പബ്ലിക്കായി ഇതെല്ലാം കുട്ടികൾ ചെയ്യുന്നു എന്ന നിലയിലാണ് ഈ സിനിമകൾ അവതരിപ്പിക്കപ്പെടുന്നത്. എന്തായാലും നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് തൊട്ടു മുമ്പാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രേംകുമാറിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തന്നെ മനുഷ്യൻ്റെ വന്യത ഉണർത്തുന്ന സിനിമകൾ,
അത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നു എന്നാണ്. സെൻസറിങ് മറികടന്ന് പൈശാചികത അവതരിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സിനിമാ മേഖലയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരാൾ ആണ്. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതിൽ പരിമിതിയുണ്ട് ചലച്ചിത്ര അക്കാദമിക്ക്, എങ്കിലും ഇടപെടാൻ ശ്രമിക്കുമെന്ന്. അതായത് ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് സിനിമാ മേഖലയിലുള്ളവർക്ക് തോന്നുന്നുണ്ടല്ലോ ശ്രീ വിനു കിരിയത്ത്. ഇവിടെ സിനിമ കൊണ്ട് നന്നാവാനും പറ്റും, ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ രാജ്യത്ത് നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കൊലപാതകങ്ങളെല്ലാം സിനിമ കണ്ടിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഗാന്ധിജി വധവും ഇന്ദിരാഗാന്ധിയെ വധിച്ചതും രാജീവ് ഗാന്ധിയെ വധിച്ചതൊന്നും മാർക്കോ കണ്ടിട്ടല്ല. ഒരു പരിധിവരെ വയലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഇത് ക്യാമറ ട്രിക്കാണെന്നും ഈ ബ്ലഡ് എന്ന് പറയുന്നൊക്കെ ആർട്ട് ഡയറക്ടേഴ്സ് ഉൾപ്പെടെ ഉള്ളവർ ചെയ്തു കൊടുക്കണമെന്നൊക്കെ. പക്ഷേ ലഹരി കാണിക്കുന്നതിനെ കുറിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. സിനിമയിലെ ലഹരി എത്രമാത്രം ചെറുപ്പക്കാരെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. താങ്കൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു സ്കൂൾ കുട്ടികളുടെ ഇന്നിപ്പോൾ ഒരു സെൻഡ് ഓഫിനകത്ത് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് കഴിച്ചു എന്ന്. നോക്കൂ, 2024 ജനുവരി ഫെബ്രുവരി 2 മാസത്തിനകത്ത് 14 കൊലപാതകങ്ങൾ നടത്തിയത് 22 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട് നോക്കൂ, ബസ് സ്റ്റോപ്പുകളിലായാലും ട്യൂട്ടോറിയലിൻ്റെ മുമ്പിലായാലും അടികൂടുന്ന മുഴുവൻ സ്കൂൾ പിള്ളേരാണ്. പണ്ട് മുതിർന്നവർ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് കൊച്ചു കുട്ടികൾ ചെയ്യുന്നത് അവർ മാർക്കോ കണ്ടിട്ടാണോ? അല്ലല്ലോ. ലഹരിക്കടിമയുണ്ട്. ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിപ്പോൾ മാർക്കോ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സിനിമയെ മാത്രം നമ്മൾ ഇത് ചെയ്യാതെ നോക്കൂ. അവിടെ ഞാൻ ഇടപെടുന്നത് താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല. താങ്കൾ ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ വധമാകട്ടെ അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകമാകട്ടെ, അവിടെയൊക്കെ പ്രായം ചെന്നവർ ആണ് പ്രതിപ്പട്ടികയിലേക്ക് വരുന്നത്. ഇതിപ്പോൾ ഈ കലോത്സവങ്ങൾ, അതായത് ഇന്റർസോൺ കലോത്സവങ്ങളിൽ പൊരിഞ്ഞടിയായിരുന്നു. അതായത് വേദിയിൽ കലാവിരുന്ന് അവതരിപ്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ ഓരോ സോണിലും പൊരിഞ്ഞ അടി നടക്കുന്നു. ഈ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഗ്യാങ് ചേർന്നുകൊണ്ട് അടി നടത്തുന്നു. തൃശ്ശൂരിൽ കത്തിക്കുത്തിൽ കേസിൽ പ്രതികളായിട്ടുള്ളവരെല്ലാം ഏതാണ്ട് 15-14 വയസ്സ് പ്രായം വരുന്നവരാണ്. കോഴിക്കോട് ഇപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ കാണിച്ചത് ഒരു 10ാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ അച്ഛൻ്റെ രോദനമാണ്. അവിടെ തലക്കടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണോ ഈ സിനിമയിൽ കാണുന്നത് അതിൻ്റെ ഒരു തനിയാവർത്തനം പോലെ നമുക്ക് പലപ്പോഴും തോന്നുകയാണ് ശിവിനു. ഇല്ല, പണ്ടും എൻ്റെയൊക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എന്നെ ഒരു കുറേ നാളിങ്ങനെ മനസ്സിൽ വേദന കൊണ്ടിരുന്നാണ് ബില്ലാരംഗ എന്ന് പറയുന്ന ഗീത എന്ന് പറയുന്ന ഒരു കുട്ടിയെയും ഒരു ചോപ്രയും കൊന്ന കേസ്. എൻ്റെ കുട്ടിക്കാലത്താണത്. ആ കുട്ടികളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇന്നും എനിക്ക് അവരുടെ പേര് പോലും ഓർമ്മയുണ്ട്. ബില്ലാരംഗ 2 ക്രൂരന്മാരായ ചെറുപ്പക്കാരായിരുന്നു. നോക്കൂ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മളിവിടെ ഒരു നഴ്സിംഗ് കോളേജിനകത്ത് അതിക്രൂരമായി ഒന്നാലോചിക്കണം, കോമ്പോസിറ്റ് ദേഹം മുഴുവൻ കുത്തി, എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ലോഷൻ ഒഴിച്ചിട്ട് വാ അടച്ചു കെട്ടിയിട്ട് പറയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഡമ്പൽ കൊണ്ട് ഇടിക്കുന്ന അത്രയും ക്രൂരത സിനിമ കണ്ടിട്ടല്ല. അത് ലഹരി തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ലഹരി എങ്ങനെ ഈ നാടിനെ നശിപ്പിക്കുന്നു, യുവത്വം എങ്ങനെ നശിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, അതുപോലെ തന്നെ ബസ്സിനകത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഓട്ടിച്ചിട്ട് കുറേ പേരിച്ചതിൽ ഏറ്റവും മൈനറായിട്ടുള്ളൊരു പയ്യനാണ് കമ്പിപ്പാരയെടുത്ത് അവളുടെ എന്താ പറയണം, പറയാൻ പോലും എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. അത്ര സ്വകാര്യ ഭാഗത്ത് കുത്തിക്കയറ്റിയവൻ മൈനറാണെന്നുള്ള പേരിൽ ഇന്ന് അവൻ പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഈ ഇവിടെ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഇന്ന് വിരൽത്തുമ്പിൽ നമ്മുടെ കയ്യിൽ എങ്ങനെ കൊല്ലാം, എങ്ങനെ പ്രേമിക്കാം, എങ്ങനെ മോട്ടിക്കാം, സകലത് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെച്ചാൽ മതി. അതിന് സിനിമ കാണണം എന്നില്ല. മാടത്തൊരുവി കൊലക്കേസ് എന്ന് പറഞ്ഞിട്ട് പണ്ട് മറിയക്കുട്ടി എന്നൊരു പെൺകുട്ടിയെ പത്തനംതിട്ട ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു കൊന്നത് 2 സിനിമ വന്നിട്ടുണ്ട്. സിനിമയിൽ നിന്ന് അങ്ങോട്ടായതുപോലെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, മാടത്തരുവി കൊലക്കേസ് സിനിമയാക്കിയതാണ്, അല്ല സിനിമയിൽ നിന്ന് വന്നതല്ലോ. കുഞ്ചാക്കോ ഡയറക്ട് ചെയ്തൊരു പടം മാടത്തരുവി കൊലക്കേസ്, PA ജോസഫ് ചെയ്തോ മാനത്തരുവി കൊലക്കേസ്, അങ്ങനെ 2 പടം ഒരേ സബ്ജക്റ്റ് വന്നു. CBI ഡയറി കുറിപ്പ് ഞാൻ ചോദിക്കട്ടെ, സിനിമ കണ്ടിട്ട് സംഭവിച്ചതാണോ നേരിട്ട് സംഭവിച്ചതാണോ? അഭയ കേസ് സിനിമ കണ്ടിട്ട് സംഭവിച്ചാണോ? സംഭവത്തെ സിനിമയാക്കിയതാണ്. ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ സിനിമയാക്കിയതാണ് SN സ്വാമിയേട്ടൻ്റെ സിനിമകളെല്ലാം നമ്മുടെ റിയൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളാണ്. AK സാജൻ, AK സന്തോഷിന്റെ ഒരു സിനിമയുണ്ട് വയലൻസ്, ഞാൻ സെൻസർ ചെയ്ത പടമായിരുന്നു. പക്ഷെ അത് ചാനലുകളിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ റീസെൻസർ എന്നിട്ട് സ്റ്റോപ്പ് വയലൻസ് എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് സാജനും സന്തോഷും. പക്ഷെ ഞങ്ങൾ അന്ന് അത് സെൻസർ കൊടുത്തില്ല. ഈ ഉണ്ണി മുകുന്ദൻ്റെ ഈ പർട്ടിക്കുലർ സിനിമയ്ക്ക് സെൻസർ ബോർഡ് കൊടുത്തതാണ്. അവിടെ ആ നിർമ്മാതാവിനെ കുറ്റമിട്ടുള്ള അയാളെ സംബന്ധിച്ചോളം ഇതൊരു പക്ക ബിസിനസ്സാണ് സിനിമ എന്നുള്ളത്. പണ്ടാണ് നമ്മൾ സിനിമ കല എന്നൊക്കെ പറയുന്നത്, സിനിമ ബിസിനസ്സാണ്. അയാൾക്ക് അത് 100 കോടി കൂടുതൽ കിട്ടിയെങ്കിൽ അത് തന്നെയാണ് അവർ ആഗ്രഹിച്ചത്. അതിനെ അഭിനന്ദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം സെൻസർ കൊടുത്തതാണ്, അതിന് ഇവരെ കുറ്റമല്ല. നമ്മുടെ നിയമം മാറ്റണം. സീരിയലിന് സെൻസർ ഇല്ല, OTTക്ക് സെൻസർ ഇല്ല, സിനിമയ്ക്ക് സെൻസറുണ്ട്.
ഇതെന്താണ്? വീട്ടിലാണ് നമ്മൾ TV ഇരുന്ന് കാണുന്നത്, OTT, അതിന് സെൻസർ വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് നിയമമാണ്? അപ്പം പ്രേംകുമാർ പറഞ്ഞതുപോലെ, പ്രേംകുമാർ ഫസ്റ്റിൽ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞത് സീരിയലുകളെയാണ്. അത് സിനിമയിലേക്കും വന്നെങ്കിൽ നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതൂ. ഇത്തരം സിനിമകൾ കട്ട് ചെയ്യാനാണല്ലോ സെൻസർ ബോർഡിൽ മെമ്പേഴ്സിനെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അവരെന്തുകൊണ്ട് കട്ട് ചെയ്തില്ല? അതിന് ഉണ്ണി മുകുന്ദനോ അല്ലെങ്കിൽ മാർക്കോ സിനിമയോ അല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ പ്രവണതകൾ മാറ്റൂ. ജയിലിൽ പോലും കണ്ടില്ലേ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണ്? ജയിലിൽ ഒരു വനിത മറ്റൊരു വനിതയെ മർദ്ദിക്കുന്നത്, ഇതൊക്കെ നമ്മൾ സിനിമകളിൽ കാണുന്നത് പുരുഷന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. കാലം മാറി. അപ്പൊ ഇതിനെല്ലാം നമ്മുടെ നിയമങ്ങൾ. പിന്നെ എന്തുകൊണ്ട് ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നു? ഇന്ന് ജയിലിൽ സുഖവാസമാണ്. തിങ്കളാഴ്ച ഫിഷ്, ബുധനാഴ്ച ചിക്കൻ, ഫ്രൈഡേ മട്ടൺ, പുറത്തിറങ്ങുമ്പോൾ കുറെ ശമ്പളവും ജോലി ചെയ്താൽ. ഗോവിന്ദസ്വാമി ഇപ്പോഴും കിടക്കാണ് നമ്മുടെ ടാക്സ് പൈസക്ക്. എന്തായാലും തീർച്ചയായും താങ്കൾ പറയുന്നത് ഈ പറഞ്ഞതുപോലെ താങ്കൾ നിർഭയ കേസ് അടക്കം പരാമർശിച്ചു പോകുമ്പോൾ കുട്ടികളിൽ പലരും അവർക്ക് പ്രായമായിട്ടില്ല എന്ന മട്ടിൽ രക്ഷപ്പെടുന്നുമുണ്ട്. നമുക്ക് ദീപപ്രസാദിലേക്ക് പോകുമ്പോൾ, ശ്രീമതി ദീപപ്രസാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സിനിമകളെ പൂർണ്ണമായും കുറ്റം പറയുകയല്ല, ഇപ്പോൾ ടെലിവിഷൻ ഷോകളുടെ സ്വഭാവം പോലും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പ്രേംകുമാർ പറയുന്നുണ്ട്. ഒരു ടെലിവിഷൻ അല്ലെങ്കിൽ ന്യൂസ് അവതാരകൻ എന്ന നിലയിൽ ഞാൻ അതിനോട് യോജിക്കുന്ന ആൾ ആണ്. അല്ലെങ്കിൽ ടെലി സീരിയലുകളുടെ സ്വഭാവം പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിക്കട്ടെ എന്ന് തന്നെ നിലപാടെടുക്കാം. സിനിമകളും സെൻസറിങ്ങിന് വിധേയമാക്കുമ്പോൾ ആ സെൻസറിങ്ങിനെ മറികടക്കുന്ന വന്യതയുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ശ്രീ വിനു സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, നിർഭയ കേസ്. അവിടെ ആ നിർഭയ കേസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ പ്രതികളായിട്ടുള്ളവരുടെ ഒരു പശ്ചാത്തലമുണ്ട്. ഞാനത് കൂടുതൽ വിവരിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ അക്ഷരാഭ്യാസം ഉള്ളവരല്ല, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമുണ്ടായിരുന്നില്ല. അവരിൽ പലരും ചേരിയിൽ കിടന്ന് വളർന്നവരാണ്, ഈ പറയുന്ന പ്രായപൂർത്തിയാകാത്തവർ പോലും. പക്ഷെ നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. ഏറ്റവും മികച്ച ഭക്ഷണം അവർക്ക് ഇന്ന് കഴിക്കാനുണ്ട്, ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ അവർക്ക് ധരിക്കാനുണ്ട്, ഏറ്റവും മികച്ച സ്കൂളിലേക്ക് വിടാൻ അധ്യാപകരുടെയും അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയും ഒക്കെ ഒരു മത്സരമുണ്ട്. അങ്ങനെയുള്ള മികച്ച സ്കൂളുകളിൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി കൊച്ചിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അവിടെ കൂട്ടുകാർ അവനെ പീഡിപ്പിക്കുന്നു. അതുപോലെ മികച്ച വിദ്യാഭ്യാസ യോഗ്യതയോടുകൂടി കടന്നു പോകുന്നവരാണ് ഈ നേഴ്സിംഗ് ഒക്കെ പാസ്സായി നാളെ മാലാഖമാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടവരായി മാറുന്നത്. അവരൊക്കെ ഇത്തരം ക്രൂരതകൾ നടത്തുമ്പോൾ അതിൽ സിനിമയ്ക്ക് സ്വാധീനമുണ്ടോ? താങ്കൾക്ക് എന്താണ് താങ്കളുടെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും സിനിമയ്ക്ക് മറ്റു മാധ്യമങ്ങൾക്കും ഇതിൽ വലിയ ഒരു പങ്കുണ്ട്. ഇപ്പൊ അഭിലാഷ് പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെയല്ല, കുട്ടികൾക്ക് ഇത് എന്താ പറയുക, ഈ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം അവരിൽ വളരെ വലുതാണ്. നല്ല സിനിമകളെ നമ്മളുടെ കാലത്ത് നമ്മൾ ചേർത്ത് നിർത്തിയതുപോലെ ഇപ്പോൾ വരുന്ന ആ വയലൻസിനെ അതുപോലെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് 5 വയസ്സുള്ള കുട്ടിക്ക് പോലും സാധിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സിനിമയിലെ ഭാഷ വളരെയധികം സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന ഭാഷകളെ അതേപോലെ കോപ്പി ചെയ്യുകയാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്. 5 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ നിരന്തരം കാണുന്ന എനിക്ക് ആ പഴയ കുട്ടികളും ഇപ്പോഴത്തെ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും സിനിമ എന്ന കച്ചവടവൽക്കരണത്തെയും ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ സിനിമാക്കാർ ഇതിൽ ഒരു ശക്തമായ തീരുമാനം, ഇതുപോലെ വയലൻസ് ഉള്ള ലഹരി ഉപയോഗിക്കുന്നത് ഇത്രയും വ്യക്തമായി കാണിക്കുന്ന സിനിമകൾ നിങ്ങൾ ഇനിയും ഇതുപോലെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി വളരെ നല്ല നിലയിലുള്ള വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുടെ നല്ല വീടുകളിൽ വരുന്ന കുട്ടികളാണിപ്പോൾ ക്രൈം ചെയ്യുന്നത്. അപ്പൊ അത് തീർച്ചയായും ഈ സിനിമകൾ അവരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ചോര ഒഴുക്കുന്ന അതുപോലെ അസഭ്യ വർഷം ചൊരിയുന്ന ഈ സിനിമകൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇനി അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയേ പറ്റുള്ളൂ. അതിന് അധികാരവർഗം ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ വളരെ വേദനയോടെയാണ് പല സംഭവങ്ങളും കാണുന്നത്. ഇത്രയും പഠിക്കാൻ മിടുക്കരായിട്ടുള്ള നല്ല നിലയിൽ പാസ്സായി വന്ന പല കുട്ടികളും ഇന്ന് ആ ക്രൈമിനെ ന്യായീകരിച്ചുകൊണ്ട് അവർ ചെയ്ത ക്രൈമിനെ അവർക്ക് യാതൊരു വിധത്തിലുമുള്ള ഒരു മനസ്താപവും അവർക്കില്ല എന്നുള്ളത്
നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്നു. അധ്യാപകരും ഇതിനെതിരെ ഇറങ്ങിത്തിരിക്കണമെന്നാണ് ഈ കേരളത്തിലെ അധ്യാപകരുടെ ശബ്ദമായി നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമകൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ, സിനിമയിലെ വയലൻസും അസഭ്യവർഷവും നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ നമുക്ക് ഇനിയും കാണേണ്ടതായിട്ട്. അതായത് ഒരു പരിധിവരെ താങ്കൾ ഈ സൂചിപ്പിച്ച 5 മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു പ്രായം എന്നൊക്കെ പറഞ്ഞാൽ അവർ പലപ്പോഴും അനുകരിക്കുകയാണല്ലോ ചെയ്യുന്നത്, മറ്റുള്ളവരെ അനുകരിക്കുക. ഒരു തീരുമാനമെടുക്കാനുള്ള ബ്രെയിൻ അവർക്ക് ആ വളർച്ചയിലേക്ക് എത്തുന്നില്ല. അങ്ങനെ വളർത്തുക എന്നുള്ളതാണ് അധ്യാപകരുടെ ലക്ഷ്യമെന്നത്. അവിടെ വിയാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ രക്ഷിതാക്കളുടെ വിഷയം അടക്കം സൂചിപ്പിച്ചിരുന്നു. ഒരു പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട് കഴിഞ്ഞാൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കുക അധ്യാപകരോടും സഹപാഠികളോടുമൊക്കെ ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിനിമാ ഡയലോഗുകൾ അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രങ്ങൾ അവരിൽ എത്രത്തോളം അവർ അറിയാതെ പ്രവേശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിത് അനുകരിക്കുകയാണ്. അതിന്റെ സീരിയസ്നെസ് അവർക്ക്, അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവരുടെ ഭാഷ പോലും ഇന്ന് അധ്യാപകർക്ക് മനസ്സിലാകാതെ ആയിരിക്കുന്നു. അതില് ഈ സിനിമയുടെ സ്വാധീനം വളരെ അധികമാണ്. യെസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ നിതിൻ, ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ സിനിമയിൽ എക്കാലത്തും വയലൻസ് ഉണ്ട്, ഡ്രഗ്സ് കാണിക്കാറുണ്ട്, ആൽക്കഹോൾ കാണിക്കാറുണ്ട്, സിഗരറ്റ് വലിക്കുന്നത് കാണിക്കാറുണ്ട്. ആ സമയത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളടക്കം തിയേറ്ററിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിൽ അത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത ഒരു സാഹചര്യം ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കുട്ടികൾ, യുവാക്കൾ, അതിപ്പോൾ ഞാൻ നേരത്തെ ശ്രീ വിനു സൂചിപ്പിച്ചതുപോലെ, അതായത് ആതുര സേവന രംഗത്തേക്ക് ഇറങ്ങേണ്ട കുട്ടികൾ ആണ് അതിക്രൂരമായി, അതായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ അതൊരു മനുഷ്യൻ്റെ ശരീരത്തെ വലിയ തോതിൽ ബാധിക്കും. അത് മാനസികമായി മാത്രമല്ല ശാരീരികമായി പോലും അവന് ആയുഷ്കാലം മുഴുവൻ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് ഉത്തമ ബോധ്യമുള്ള കുട്ടികളായിരുന്നു ആ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ. ഇവിടെ ഇന്ന് നമ്മൾ ഈ വാർത്ത ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്കാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും അടിയും പിടിയും ഒക്കെ കൂടുമ്പോഴും ഒരു സഹപാഠിയെ, സുഹൃത്തിനെ കൊല്ലുക എന്നതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ആ കൊല്ലുന്നത് പോലും ഹീറോയിസം എന്ന നിലയിലേക്ക് മാറുന്നു. അതുമാത്രമല്ല, പെൺകുട്ടികൾക്കിടയിലും, ഞാൻ പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നും മാറ്റി നിർത്തി പറയുകയല്ല, എങ്കിൽ പോലും ഈ അക്രമ സംഭവങ്ങളുടെ ഒരു പട്ടികയൊക്കെ പരിശോധിച്ചാൽ സ്ത്രീകൾ പിന്നിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് ആ സാഹചര്യവും മാറിയിട്ടുണ്ട്. അതിൽ സിനിമകൾക്ക് പങ്കുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? തീർച്ചയായും സിനിമകൾ വലിയ രീതിയിൽ നമ്മുടെ ഒരു ഹ്യൂമൻ, ഒരു പബ്ലിക് ജനറൽ കോൺഷ്യൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ഇപ്പോൾ സിനിമകൾ ഒരു രീതിയിലും സ്വാധീനിക്കുന്നില്ല എന്നാണ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ഇന്റലക്ച്വലി ഓണസ്റ്റ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോ 2015 ഇറങ്ങിയ ഒരു സിനിമ, ആ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഈ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് മുണ്ടും കേരളത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയത്. അതുപോലെ തന്നെ 2013 ഇറങ്ങിയ ഒരു സിനിമ, ആ സിനിമയ്ക്ക് ശേഷമാണ് ബുള്ളറ്റും ലോങ് റൈഡും കേരളത്തിൽ ട്രെൻഡിങ് ആയി മാറിയത്. അപ്പോൾ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ പഴയകാല സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ലഹരി അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, പക്ഷെ ഇപ്പോ ചില സിനിമകള് ഈ ലഹരിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പർട്ടിക്കുലർ വയലൻസ് മാത്രം, ഒരു സിനിമയുടെ 2 മണിക്കൂർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് മെജോറിറ്റി സ്ക്രീൻ ടൈം അവർ കാണിക്കുന്നത് വയലൻസ് ആണ്. അപ്പൊ അത് വലിയ രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ഇങ്ങനെ ഓവർ ദ ടൈം കാണിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അല്ല പണ്ട് സിനിമകളിൽ ഒരു ചെറിയ സീനില് സ്മോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള ബിഹേവിയറോ കാണിക്കുന്നത്. ഇപ്പൊ അത് തന്നെയാണ് മെയിൻ തീം. അപ്പൊ ഒരു ചില സിനിമകൾ അട്രാക്ട് ചെയ്യുന്നത് തന്നെ വലിയ രീതിയിലുള്ള വയലൻസ് അല്ലെങ്കിൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള മെത്തേഡ്സിൽ വയലന്റ് ബിഹേവിയേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ ബേസിലാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രസന്റേഷൻ വരുമ്പോ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അഗ്രഷന്റെ ഒരു ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കാം. പാർഷ്യലി അവർ ലേൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നേറ്റ് ആയിട്ട് ബയോളജിക്കലി മെച്ചൂർ ചെയ്ത് വരുന്നതായിരിക്കാം. പക്ഷേ ആ അഗ്രഷൻ, ഇൻസ്റ്റിങ് ആയിട്ടുള്ള ഒരു അഗ്രഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള പല മെത്തേഡ്സും പലപ്പോഴും ഇത്തരത്തിലുള്ള സിനിമകൾ പോലുള്ള മാധ്യമങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഒരു സൊസൈറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാല് എല്ലാവരും ഇങ്ങനെ ക്രൈം ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, പക്ഷേ ഒരു ആംബിഗിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും. അത് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാര് ഇത്തരത്തിലുള്ള സിനിമകള് വലിയ രീതിയിൽ
സ്വാധീനിക്കുകയും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും, അത്തരത്തില് അവരെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മളൊരു ധാരാളം പഠനങ്ങളിലൊക്കെ വെളിപ്പെട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ക്രൈം സീനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിൽ ഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെക്കാളും കൂടുതലായിട്ടുള്ള പെർസീവ്ഡ് ആൻസൈറ്റിയും മറ്റ് സൈക്കോളജിക്കൽ മെന്റൽ സ്റ്റേറ്റിലുള്ള ചേഞ്ചസും ആണ് ഒരു മീഡിയയിലൂടെ ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. അത് ധാരാളം പഠനങ്ങൾ US-ലൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ ആ ക്രൈം സീനിൽ നിൽക്കുന്നതിനേക്കാളും മെന്റലി ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ് അത് മീഡിയയിലൂടെ വാച്ച് ചെയ്യുമ്പോൾ. അപ്പം അത് അവിടെ ശ്രീ നിതിൻ, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇവിടെ വിനുസാറാണ് ചില മാതൃകകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം ദൃശ്യം സിനിമയെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ദൃശ്യം സിനിമ ഇറങ്ങിയത് കൊണ്ട് ദൃശ്യം മോഡലിൽ കൊലപാതകം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് താങ്കളോടും ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്, അതായത് അവിടെയൊക്കെ പ്രായപൂർത്തിയാകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കയ്യബദ്ധം പറ്റുന്നത് എന്ന നിലയിലൊക്കെയുള്ള സീനുകളുണ്ട്. ഇവിടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ദൃശ്യം മോഡലിൽ മറ്റാരെങ്കിലും കൊല നടത്താത്തതിന് കാരണം പ്രായപൂർത്തിയായ ആളുകൾക്ക് അത് ചിന്തിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന ബോധമുണ്ടാകുന്നുണ്ട്. അത് ചെയ്താൽ എന്ത് കുറ്റം, എത്രത്തോളം വലിയ ശിക്ഷ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സാമാന്യമായ ബോധമുണ്ട്. ആ ബോധത്തെ തകർക്കുന്ന ഒന്ന് തന്നെയാണ് ലഹരി. അത് ഞാൻ വിനുസാറിനോട് 100% യോജിക്കുകയാണ്. നമ്മുടെ ചിന്താശേഷിയൊക്കെ കാർന്നു തിന്നുന്ന ഒന്നാണ് ലഹരി. പക്ഷെ കുട്ടികൾക്ക് അതല്ലല്ലോ സാഹചര്യം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകരിക്കുക എന്നത് മാത്രമല്ലേ സാധ്യമാവുക. അവർക്കിതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവർക്ക് അറിയില്ല. അതുകൊണ്ട് കൂടിയായിരിക്കില്ല ഈ സഹപാഠികളോട് ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത്. ഒരു അധ്യാപകനോട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ദൃശ്യം, അത് ഏറെയൊന്നും ആയില്ല കേരളം കണ്ട് നടുങ്ങിയിട്ട്. വെല്ലുവിളിക്കുകയാണ് ഒരു അധ്യാപകരെ, ധൈര്യമുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങൂ എന്ന് പറയുന്നത്. സ്കൂൾ യൂണിഫോം ഇട്ട് ഒരു പ്രധാന അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അത്രയേ ആ കുട്ടിക്ക് ചിന്തിക്കാനുള്ള പ്രായമായിട്ടുള്ളൂ, അത്രയും ചിന്താശേഷി ഉള്ളൂ എന്നതുകൂടി നമ്മൾ കാണണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്, എന്ത് കണ്ടിട്ടാണ് ഈ വെല്ലുവിളി എന്നതാണല്ലോ പ്രധാനം. ഈ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അഡോളസൻസ് പീരീഡിലുള്ള ആൾക്കാരുടെ ഹൈലി ഇമോഷണൽ ആയിട്ടും ഹൈലി എനർജറ്റിക്കും റിസ്ക് ടേക്കിംഗ് എബിലിറ്റി വളരെ കൂടിയ ഒരു പ്രായമാണ്. അപ്പോ പഴയ ജനറേഷനിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞു പ്രായത്തിലൊക്കെ തന്നെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ തന്നെ പല ഫാമിലികളിലും മോറൽ ആയിട്ടുള്ള സ്റ്റോറീസ് ധാരാളം ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ മിത്തോളജിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസ്. അതൊക്കെ തന്നെ കുട്ടികളെ ഒരു മോറൽ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിന് വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ആ ഒരു ഗ്യാപ്പ്, ആ ഒരു വാക്വമാണ് ആക്ച്വലി ഇന്നത്തെ സോഷ്യൽ മീഡിയയും മറ്റ് മീഡിയകളും ഫില്ല് ചെയ്തുകൊണ്ട് ഒരു റോൾ മോഡലായിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ അവർ കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരത് അനുകരിക്കുകയാണ്. അതാണ് ഹീറോയിസം എന്നുള്ള രീതിയിലേക്ക് അവർ കാണുകയും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കുട്ടികളിൽ വരികയാണ്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ പാരന്റ്സിനെ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ ആൾക്കാരെ പലപ്പോഴും നമുക്ക് ചുറ്റും കാണുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ പോലും നമുക്ക് സമൂഹത്തിൽ നമുക്കിന്ന് ചുറ്റും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എന്ത് കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന വളരെ മോറൽ വാല്യൂസ് ഉള്ള ധാരാളം സ്റ്റോറീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുകയും കേൾക്കുകയും അതിൽ നിന്നൊരു മോറലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മീഡിയകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. തീർച്ചയായും അത്തരം അനുകരണങ്ങളാണോ കുട്ടികൾ നടത്തുന്നത് എന്ന സംശയമാണ് പൊതുവിൽ ഉയരുന്നത്. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. നമ്മുടെ കുട്ടികളെ സിനിമകൾ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ വിനു കിരിയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവർത്തിച്ച് പറയുന്നു, സിനിമകൾ എപ്പോഴും സാരോപദേശ കഥകൾ തന്നെയായിരിക്കണം നൽകേണ്ടത് എന്നൊന്നും വാശി പിടിക്കാനാവില്ല. സിനിമകളിൽ ക്രൈം ഉണ്ടാകാം, ഈ പറയുന്നത് പോലെ നെഗറ്റീവ് പോസിറ്റീവ് കഥാപാത്രങ്ങളൊക്കെ എപ്പോഴുമുണ്ട്. നായകനും വില്ലനും നായികയും ഒക്കെ ഉണ്ട് കഥാപാത്രങ്ങൾ എപ്പോഴും. അതിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ച ഒന്നുണ്ട്. ഇപ്പോൾ തന്നെ മാർക്കോ എന്ന സിനിമയെ താങ്കൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് 100 കോടി നേടുന്നുവെങ്കിൽ അതിനെ ഒരു മാർക്കറ്റിൻ്റെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ ഒരു കലാരൂപം പുറത്തേക്ക് എത്തുന്നു. അവിടെയാണല്ലോ ശ്രീ നിതിൻ സൂചിപ്പിച്ച ഈ പ്രമേയം എന്നത്. അതായത് സിനിമ ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ ക്രൈം എന്നതാണ്. പലപ്പോഴും ഈ ക്രൈമിനെ എതിർക്കുന്നവരെയൊക്കെയാണ് നമ്മൾ നായകനും നായികയും ഒക്കെ മനസ്സിൽ കാണുന്നത് എങ്കിൽ ഇത് ക്രൈമിൻ്റെ ഏറ്റവും
പരമോന്നതമായ രൂപത്തിലാണ് നായകൻ എത്തുന്നത്. അതൊരു ക്രൈം കാണിക്കുക എന്നതല്ല, ആ ക്രൈം എത്രത്തോളം ക്രൂരമായി അവതരിപ്പിക്കാമോ അതാണ് ഇപ്പോൾ പല സിനിമകളുടെയും പ്രമേയം എന്ന് വരുന്നു. സിനിമ എന്ന 2.5 മണിക്കൂർ വിനോദ ഉപാധിയിലെ ഏറെ സമയവും ഈ മദ്യവും മയക്കുമരുന്നും ലഹരിയും ക്രൈമും ഒക്കെയായി കൊണ്ടുപോകുന്നു. അത് വലിയ അപകടം ഉണ്ടാക്കുവാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. നോക്കൂ, സിനിമയിൽ വയലൻസ് 2-3 രീതിയിൽ നമുക്ക് കാണിക്കാം. രക്തം കാണിച്ച് കുത്തിക്കൊന്ന് തൊലി ഉരിക്കുന്ന അത്തരം രംഗങ്ങൾ, അതിൽ ഈ പറഞ്ഞ പോലെ മുളക് പുരട്ടുക. ഇൻ ഹരിഹർ നഗർ എന്ന് പറയുന്ന ഒരു ഫുൾ ലെങ്ത് കോമഡി പടത്തിനകത്ത് ദന്തൽ മറ്റേ ഡ്രില്ലിങ് മെഷീൻ വെച്ചിട്ടാണ് പല്ലിൽ വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വല്ലാണ്ടായി പോകുന്നത്. പക്ഷേ അതൊരു കോമഡി പടമായതുകൊണ്ട് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഡ്രില്ലിങ് മെഷീൻ വെച്ചിട്ട് പല്ലിലൊന്ന് തുളച്ചു പോയിക്കേ, അല്ലാതെ കൊണ്ടുവരാൻ പോലും നമുക്ക് അത് ഭയങ്കര വേദനാജനകമാണ്. ഇനി ബഹുമാനപ്പെട്ട MT വാസുദേവൻ നായർ സിബി മലയിൽ ടീമിന്റെ സതയം എന്ന സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ 3 കുഞ്ഞുങ്ങളെ ഹീറോയായ മോഹൻലാൽ കൊല്ലുകയാണ്. പക്ഷേ മനോഹരമായിട്ട് സ്ക്രീൻ പ്ലേ കൂടെ കൊല്ലുന്ന കാണിച്ചില്ല. പിന്നെ സിനിമയിൽ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് അറിയാമോ? മദ്യപിക്കുന്ന സീനും പുകവലി സീനും വരുമ്പോൾ അടിയിൽ എഴുതി കാണിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി. എന്നിട്ട് വിഷ്വൽ എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ഗ്ലാസ്സിൽ മദ്യം അങ്ങോട്ട് ഒഴിക്കുന്നു, സ്കോച്ച് ഒഴിക്കുന്നു, ഐസ് ക്യൂബ് ഇടുന്നു, ചിയേഴ്സ് പറയുന്നു. എന്നിട്ട് അവിടെയാണ് ശ്രീ വിനുകിരിയത്ത് ഞാൻ ചോദിക്കുന്നത്. അത് ആ സിനിമയുടെ പ്രമേയം ആവശ്യപ്പെടുന്ന അത്തരം ചില രംഗങ്ങൾ ഒഴിവാക്കാൻ പറ്റാതെ അടിയിൽ എഴുതി കാണിക്കുന്നു ഹാനികരം. ആ സീൻ ഞാൻ ചെയ്യിക്കട്ടെ. പക്ഷെ ഇത് സിനിമ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ ഈ തരം മാത്രം സിനിമകൾ എത്രയുണ്ട്. നമുക്ക് ഇടുക്കി ഗോൾഡ് എന്തോ ആയിരുന്നു. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നതാണ്. ഒരാൾ ഒരു കോടികൾ മുടക്കിയതിന് ശേഷമാണ് സെൻസർ ചെയ്യുന്നത്. നിയമം മാറ്റട്ടെ, സ്ക്രീൻ പ്ലേ സെൻസർ ചെയ്തിട്ട് അവിടുന്ന് ഷൂട്ടിംഗ് തുടങ്ങട്ടെ. അപ്പോൾ ഈ പൈസ മുടക്കിയവന് ബുദ്ധിമുട്ട് വരില്ലല്ലോ. ഇതിലപ്പുറം ഒരു അഡ്വർടൈസ്മെന്റ് വേറെ ഉണ്ടോ? ഇത് ഹാനികരമാണ്. നോക്കൂ, എപ്പോഴും ഒരു പൊതി നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആങ്സൈറ്റി നമുക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് ഭയങ്കര, കാരണം ഹീറോ ആണ് ചെയ്യുന്നത്. ഐസ് ഇടുന്നു, നല്ല വിഷ്വൽ ബ്യൂട്ടി, ചിയേഴ്സ് പറയുന്നു, എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഈ സാധനം കൊള്ളാൻ, ഇത് ഹാനികരമല്ലല്ലോ. ഇതാണ് കുട്ടികളുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ കിൽ എന്നൊരു സിനിമയുണ്ട്. അതിലപ്പുറം വയലൻസ് വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു വയലൻസ് ആയിരുന്നു. യൂട്യൂബിലുണ്ടല്ലോ അത്. മലയാള പടം അല്ലാത്തതുകൊണ്ട് അത് നമ്മൾ കുറ്റം പറയാം. അപ്പം അങ്ങനെയല്ല. ഇത് നമ്മൾ ചീത്തയാവണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നേരത്തെ ഇവിടെ ആരോ പറഞ്ഞാൽ ഒരു പരിധി വരെ ചിലപ്പം നമുക്ക് കുറച്ച് ഐഡിയാസ്, എന്താണ് എങ്ങനെ കൊല്ലാം അല്ലെങ്കിൽ എങ്ങനെ മോട്ടിക്കാം, ഇത്തരം തോട്ട്സ് നമുക്ക് ഒരുപാട് ഈ സിനിമകൾ കണ്ടിട്ട് നമുക്ക് ചിലർ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നോക്കൂ, നമ്മൾ കമൽഹാസൻ്റെ ആളവന്താൻ എന്ന് പറയുന്ന സിനിമയിൽ നല്ല വയലൻസ് ഇല്ലേ? നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പുരാണങ്ങളിൽ വയലൻസ് ഉണ്ടോ ഇല്ലേ? അതിൽ നന്മയും ഉണ്ടല്ലോ, സ്വർഗവും നരകവും ഉണ്ടല്ലോ. എല്ലാവരും സ്വർഗത്തിലേക്ക് പോയാൽ പോരെ? അങ്ങനെയാണെങ്കിൽ ആ ചിന്ത മാത്രം തന്നാൽ പോരെ? കീചകനെ ഭീമൻ കൊന്നില്ലേ? ക്രൈസ്റ്റിനെ കുരിശിലേറ്റി ആണി അടിക്കുന്ന ആ രംഗം നമുക്ക് മനുഷ്യരായിട്ടുള്ളവർക്കൊന്ന് ചിന്തിച്ചാൽ പോലും നമ്മുടെ ഹൃദയം പൊള്ളൂലേ? ആ പ്രതിമ തന്നെയല്ലേ പള്ളികളിൽ വച്ചിരിക്കുന്നത്? അല്ല, അവിടെയാണല്ലോ അതിന്റെ മറുവശത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സിനിമ പലപ്പോഴും അങ്ങനെയല്ല. എല്ലാ സിനിമയിലും നമുക്ക് സെൻസർ നിയമമുണ്ട്, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കും. ആവശ്യം കൊണ്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുട്ടികൾ എന്താ വഴിക്ക് പോകാത്ത? ഇതൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ നമുക്കിനി നിങ്ങൾ സർട്ടിഫിക്കറ്റ് അല്ല ഇതൊന്നും കൊടുത്തില്ലെങ്കിലും ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം, ഈ ലഹരി, ഇന്നലെ പറഞ്ഞിട്ടില്ലേ, കോഡ് ഭാഷയിൽ ഇന്ന സ്ഥലത്ത് പൈസ കൊണ്ടുവരാനായിട്ട് ABCD ആൽഫബറ്റിക് ഓർഡറിൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അട്ടക്കുളങ്ങരാണ് തോന്നും. ബി എന്ന് വെച്ചാൽ ബാലരാമൻ തോന്നുന്ന സ്ഥലത്ത് പൈസ കൊണ്ടിരുന്ന ടെക്നിക്സ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഒരു പോലീസ് ഓഫീസർ പറയുന്ന ഒരു വാർത്ത ഞാൻ ഇന്ന് കണ്ടിട്ടാണ് വരുന്നത് ഈ ചർച്ചയ്ക്ക് വരും മുമ്പേ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബാഗിൽ MDMA കിട്ടിയപ്പോൾ അതിൻ്റെ പേരൻസ് ചോദ്യം ചെയ്തപ്പോഴാണ് അറിയണത് ഈ കുട്ടിക്ക് കാഡ്ബറീസിൽ കൊടുത്തിട്ട് ഈ കുട്ടി അതിൻ്റെ അടിമയാക്കിയിട്ട് നഗ്ന ഫോട്ടോ എടുത്തിട്ട് പിന്നെ ആ കുട്ടിയെ കാരിയർ ആക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി? ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇത് വീട്ടുകാർ അറിഞ്ഞപ്പോൾ. പക്ഷെ ഇത് എവിടുന്ന് വന്നു എന്നുള്ളത് പിടിക്കുന്നില്ല. ഈ നമ്മുടെ തിരുവനന്തപുരത്തെ മാനവീയം വീതിയിൽ നടക്കുന്ന കാഴ്ചകൾ ഒന്ന് നിങ്ങൾക്ക് പോയി ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? പോലീസുകാരുണ്ട്, അവർക്ക് നോക്കി നിൽക്കാനേ ഒക്കുള്ളൂ. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ അടിച്ചുകൂടാ, പാരൻസിന് കുട്ടികളെ അടിച്ചുകൂടാ, പോലീസിന് ക്രൂരരായിട്ടുള്ളവരെ ദേഹോപദ്രവം ചെയ്തുകൂടാ. അങ്ങനെ ആയിപ്പോയി. സുഖമാണ്, എന്ത് ചെയ്താലും ഇനി നമുക്ക് സുഖിക്കാം. കുറ്റവാളികൾക്കാണ് ഏറ്റവും സുഖം ഇന്ന് ജീവിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നിയമങ്ങൾ വന്നു. പണ്ട് ഗോതമ്പുണ്ട, ജയില്, നടയടി എന്നൊക്കെ പറയുമ്പോൾ ഭയന്നിരുന്നിടത്ത് ഇപ്പൊ പോലീസുകാർ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, 1200 ദിവസം പുറത്തു നിന്നവരുണ്ടെന്ന് ജീവപര്യത്തിനകത്ത്. പിടിപാടുള്ളവന് ജയില് സ്വർഗമാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ മൈനർ, ഈ 17 വയസ്സിന് താഴെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ കുട്ടി
2 മാസം കഴിഞ്ഞാൽ 18 കുട്ടി ക്രിമിനൽ കേസിൽ പ്രതിയാവും. മറ്റേതാ നേരെ ജുവനൈൽ ഹോമിൽ കൊണ്ടുവിടും. 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ അവൻ പോകുന്നു, അവൻ വീണ്ടും ഇതിലേക്ക് പോകും. ഒരു ക്രിമിനൽ ജയിലിൽ പോകുമ്പോൾ അവൻ ഇരട്ടി ക്രിമിനൽ ആവുകയാണ്. അറിയാലോ, അവൻ്റെ സഹവാസത്തിലൂടെ ചെറിയ കുറ്റങ്ങൾക്ക് പോകുന്നവരാണ് എപ്പോഴും വലിയ ക്രിമിനലായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ സെൻസർ ബോർഡ് നിയമം മാറ്റുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാൾക്ക് ലാഭം കിട്ടണം. പിന്നെ ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നപ്പോൾ ഇതൊക്കെ കാണിക്കാൻ, ഗ്രാഫിക്സിലൂടെ കാണിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പണ്ട് നമുക്കറിയാലോ, സിനിമയിൽ ഒരു ഫൈറ്റ് സീനിൽ ഒരു കത്തി കുത്തുന്ന സീൻ എടുക്കാൻ മണിക്കൂറുകളാണ് എടുത്തോണ്ടിരുന്നത്. ഇന്നത് വേണ്ട, വെറുതെ ആക്ഷൻ കാണിച്ചിട്ട് ബാക്കി നമുക്ക് ഗ്രാഫിക്സിൽ ബ്ലീഡിങ്ങോ എന്ത് വേണമെങ്കിലും കാണിക്കാൻ ടെക്നോളജി വളർന്നു. അപ്പോൾ ഇനി എയും കൂടെ വന്നുകൊണ്ട് ഇനി എന്തെല്ലാം നമ്മൾ കാണാൻ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, സിനിമ ജീവിതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറഞ്ഞാൽ, പക്ഷേ അതല്ല, ജീവിക്കണം എന്നുള്ളവൻ മാന്യമായി ജീവിക്കും. നമ്മളൊക്കെ ഈ സിനിമയിൽ, എൻ്റെ ലഹരി സിനിമ തന്നെയാണ് അല്ലേ? അല്ല, ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ ലഹരിക്ക് അടിമയായിട്ടില്ലല്ലോ. അപ്പോൾ ഇതാവണോ വേണ്ട. പിന്നെ പാരൻസിൻ്റെ ഭാഗത്ത് നല്ലൊരു തെറ്റുണ്ട്, അവർക്ക് സമയമില്ല മക്കളെ ശ്രദ്ധിക്കാൻ. അവരും മൊബൈലിൻ്റെയും സീരിയലിൻ്റെയും പുറക്കെയാണ്. മക്കൾ റൂമിൽ കയറി കഥ അടയ്ക്കുന്നു, അവരുടെ ബാഗ് പരിശോധിക്കുന്നില്ല, അന്നന്ന് നടന്ന കാര്യങ്ങൾ മക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. നഴ്സറി മുതൽ നിങ്ങൾ മക്കളോട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ തൊട്ട് ഷെയർ ചെയ്ത് നോക്കൂ. ആ പിള്ളേർ അവസാന കാലം വരെ നമ്മൾ ഷെയർ ചെയ്താൽ അവർക്കെല്ലാം പറയാൻ പറ്റും. ഇത് ഭയമാണ്, ട്രാപ്പിലാക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരു ഗവൺമെൻറ് സ്കൂളിലെ പെൺകുട്ടികളുടെ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി എന്ന് നമ്മൾ ഈ അടുത്ത് വായിച്ചതാണ്, അറിയാമല്ലോ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. മാറ്റങ്ങൾ വരട്ടെ. എന്തായാലും വിയാൻ, താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ നിരവധി സിനിമകളിൽ ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു. ഇനിയും ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട കഥാപാത്രത്തെയൊക്കെ ചെയ്യേണ്ടി വന്ന് താങ്കൾ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. താങ്കളുടെ ജോലി അത് എന്ന നിലയിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ പ്രമേയങ്ങളോടൊപ്പം തന്നെ ഇവിടെ വിനുസാർ സൂചിപ്പിക്കുന്നത് പോലെ ഈ സംവിധാനങ്ങളിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ടോ? അവിടെയാണല്ലോ പ്രേംകുമാർ പറഞ്ഞത്, അതായത് സെൻസറിങ്ങിനെ മറികടന്നുകൊണ്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ സിനിമ അവതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പൈശാചികത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മോണിറ്ററിംഗ് സംവിധാനം ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെയെങ്കിലും ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഡെഫിനറ്റ്ലി അഭിലാഷ്, അതായത് ഇന്നത്തെ സിനിമകളിൽ സ്വാഭാവികമാണ്. നമ്മൾ ഇപ്പൊ വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടിയുടെ ഉണ്ട്. അത് കണ്ടിട്ട് എത്ര പേര് ഇൻസ്പയർ ആയി സ്വന്തം ബ്രദേഴ്സിനെയും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെയൊക്കെ സ്നേഹിക്കുന്ന ലെവലിലേക്ക് വന്നിട്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതുപോലുള്ള നല്ല സിനിമകളും ഉണ്ട്. ഇപ്പൊ നേരത്തെ നിതിൻ സാറും ദീപ മാം ഒക്കെ പറഞ്ഞതുപോലെ സിനിമ ഡെഫിനറ്റ്ലി മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയം തന്നെയാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഈ മൈനർ ആയിട്ടുള്ള കുട്ടികളിലേക്ക് ഇത് എങ്ങനെയാണ് അത് എടുക്കേണ്ടത് എന്നുള്ളൊരു ട്രെയിനിങ് ആണ് നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നും നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സെക്കൻഡറി തിങ്, ഇപ്പൊ ഈ റീസെന്റ് നടന്ന കൊലപാതകത്തിൽ 5 പേരെ തലക്കടിച്ചു കൊന്ന അല്ലെങ്കിൽ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്ന ആ പയ്യൻ, എനിക്ക് തോന്നുന്നില്ല മാർക്കോ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് അത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവനെ കുറിച്ചിട്ടുള്ള ഇപ്പൊ ന്യൂസിൽ വരുന്ന പല വിഷ്വൽസ് കണ്ടപ്പോൾ അറിയും, അവൻ ഏറ്റവും ഡെയിലി മദ്രസയിൽ പോകുന്നൊരു കുട്ടിയാണ്. അതായത് മതപഠനം ഏറ്റവും ഡെയിലി ചെയ്യുന്ന ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവനെ ചുറ്റുപാടത്തുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ക്രൈമിലേക്ക് പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ എന്റെ അഭിപ്രായത്തില് നമ്മൾ ഈ മതപഠനത്തോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ട്രെയിനിങ്ങുകളോടൊപ്പം തന്നെ ഇതുപോലെ ഒരു മോറൽ വാല്യൂസ് കൂടെ നമ്മൾ കൂടുതൽ ഈ കുട്ടികളിലേക്ക് എത്തിക്കണം എന്ന് കൂടെ എനിക്കൊരു ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മളുടെ ഒരു കുറ്റകൃത്യം ചെയ്തൊരു ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൻ അവിടെ പോകുന്നത് 45 കിലോ ആയിട്ടാണെങ്കിൽ തിരിച്ച് പരോളിൽ ഇറങ്ങുന്നത് 80 കിലോ ആയിട്ടാണ്. അതായത് ഏറ്റവും നല്ല സുഖത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജയിലിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം എൽ സാൽവദോർ പോലുള്ള ഏറ്റവും കൊടും ഭീകരന്മാരെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജയിലുണ്ട്. നിങ്ങൾക്കത് യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അവർ ചെയ്ത ക്രൈമിന്റെ 10 ഇരട്ടിയാണ് അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിവർന്ന് നിൽക്കാൻ പോലും അവർക്കൊന്ന് കഴിയുന്നില്ല. കാരണം എന്താണ്? അവർ ചെയ്ത ക്രൈം, അതിന്റെ ആ ഒരു ഭീകരത അവരിലൂടെ പബ്ലിക്കിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജയിൽ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താ പറയാ, ഇപ്പോഴും 5 പേരെയല്ല 10 പേരെ കൊന്നു കഴിഞ്ഞാലും അവന് പുല്ലുപോലെ ഇറങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്തകളാണ് ഇന്ന് അവരുടെ മൈൻഡിലുള്ളത്. അതുപോലെ സിനിമകളിലാണെങ്കിൽ തന്നെ ഇപ്പോ വില്ലനെ കൊല്ലുന്ന നായകൻ, ഈ നായകൻ വില്ലനെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്നുള്ള സാധനം ഒരു സിനിമയിൽ കാണിക്കുന്നില്ല. ഒന്നും അല്ലെങ്കിൽ പോലീസ് പറയുന്നു നിന്നെ ഈ തവണത്തേക്ക് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ കുട്ടികളിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വരാം. ഇതൊന്നും വലിയ ക്രൈം അല്ലായിരിക്കും. കൈ അരിഞ്ഞെടുക്കുന്നു, കാലരിഞ്ഞെടുക്കുന്നു, ഇതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതുപോലുള്ള സിനിമകൾ ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവരുത്. പക്ഷേ
ആടടച്ച് വെടിവെക്കുന്നത് പോലെ സിനിമ കൊണ്ടാണ് എല്ലാവരും ഇത് ചെയ്യുന്നത് എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. യെസ്, അതിലൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായും. അതോടൊപ്പം നേരത്തെ വിനു സാർ പറഞ്ഞതുപോലെ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ, ഇൻസ്റ്റാഗ്രാം, ശരി. ഫേസ്ബുക്ക് പോലുള്ളത്, അതിനകത്ത് എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും റബ്ബിഷ് ആയിട്ട് നടക്കുന്ന റീലുകൾ കാണുന്ന ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്. ആ ഒരു കാലഘട്ടത്തിലാണ് തീർച്ചയായും നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ റൈറ്റ് ചിന്തിച്ച് റൈറ്റ് നോക്കണം. റൈറ്റ് അപ്പൊ മനുഷ്യന്റെ ആ ഒരു മാനസികമായിട്ടുള്ള ആ അവബോധം അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. തീർച്ചയായും ഏറ്റവും ഇൻഫോർമാറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ആളില്ല. റൈറ്റ് റൈറ്റ് തീർച്ചയായും. വിയാൻ ആവർത്തിച്ച് പറയട്ടെ, ഞങ്ങൾ സിനിമ എന്നത് മാത്രമല്ല ഇപ്പോഴുണ്ടാകുന്ന ഈ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ലഹരിയുടെ പങ്ക്, അതല്ല എങ്കിൽ ഈ കുടുംബ ബന്ധങ്ങളുടെ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, അവിടെ ദീപ ടീച്ചർ എടുത്തു പറയേണ്ടത് ഇപ്പോൾ സിനിമയിലെ ശരിയും തെറ്റും മുതിർന്നവർക്ക് അറിയാൻ പറ്റുമെങ്കിൽ കുട്ടികൾക്ക് അത് അറിയുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മാത്രവുമല്ല ഇന്നിപ്പോൾ ഈ വിയാൻ സൂചിപ്പിച്ചതുപോലെ 5 പേരെ കൊലപ്പെടുത്തിയ വിഷയം മാത്രമല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് തന്നെ 2 വിഷയങ്ങൾ. ഒരു കുട്ടിയുടെ അച്ഛൻ നെഞ്ചുപൊട്ടി കരയുകയാണ്, കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കുണ്ട്, അവൻ ജീവനോടെ തിരികെ വരുമോ എന്നത് അറിയില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഈ പാർട്ടി 10ാം ക്ലാസ് ആണല്ലോ ഒരു വികാരഭരിതമായ ഒരു യാത്രയയപ്പ് നൽകുന്ന, അവിടെയാണ് ഈ കഞ്ചാവ് ആഘോഷം നടത്തുന്നത്, ലഹരി പാർട്ടി നടത്തുന്നത്. അതൊന്നും ഞങ്ങൾ മാറ്റി നിർത്തുകയല്ല, പക്ഷേ അതിനെ എത്രത്തോളം സിനിമയും സ്വാധീനിക്കുന്നു എന്നത് മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് കൃത്യമായൊരു മാറ്റത്തിന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ എന്ത് കാണണം, എന്ത് കാണണ്ട എന്ന് പറഞ്ഞ് കുട്ടികളെ നിയന്ത്രിക്കുക എന്നത് പ്രായോഗികമാണോ? അതിനെന്താണ് മാർഗം? തീർച്ചയായും സിനിമ ഒരു ശക്തമായ മാധ്യമം തന്നെയാണ്. തിരക്കഥ നമ്മുടെ സിലബസിന്റെ ഭാഗമാണ്. സിനിമ മാത്രമല്ല, മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് കുട്ടികളുടെ സ്വഭാവത്തിൽ. ഇപ്പൊ ഈ 2 വർഷത്തെ കോവിഡ് കാലഘട്ടത്തിന്റെ ഒരു ഗ്യാപ്പ് നമുക്ക് കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവുമുള്ള കുട്ടികളിലെ സ്വഭാവ മാറ്റത്തിൽ അല്ലെ പെരുമാറ്റ മാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ 2 വർഷം വീടിന്റെ ഉള്ളില് ആ 4 ചുവരുകൾക്കുള്ളിലായി പോയതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ ടീച്ചേഴ്സിന് തന്നെ കുട്ടികളെ ഓൺലൈനായിട്ട് മാത്രമായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. അവരുടെ മാനസിക നിലവാരം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള യാതൊരു മാർഗവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ തിരിച്ചു വന്നെങ്കിലും അവരുടെ ആ ഒരു കോവിഡ് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം ഇപ്പോഴും അലട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അവഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ലഹരിക്കെതിരെ പോരാടുന്നത് പോലെ, ശക്തമായി പോരാടുന്നത് പോലെ തന്നെ സിനിമാക്കാർക്കും ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. നമുക്ക് അധ്യാപകർക്കാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും ഇപ്പോൾ കുട്ടികളോട് ഇടപെടുന്ന, അതായത് അവരുടെ ആ ഒരു ജനറേഷൻ മാറി, ടെക്നോളജി അവരെ അത്രയധികം സ്വാധീനിച്ചു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സിനിമയാണ്, അല്ലെ അതിന്റെ കലാമൂല്യം, ഇതൊരു കലയാണ്, അതിനെ കലയായി കാണുക എന്നുള്ളത് അവർക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന വിഷ്വൽസ്. അതുപോലെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ചലച്ചിത്ര ഗാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഗാനരചയിതാക്കളോടും നമ്മുടെ പ്രിയപ്പെട്ട ഗായകരോടും ഒക്കെ എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുണ്ട്. ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെ ആശങ്കയോടെ കൂടി നമ്മുടെ വരുന്ന കാലങ്ങളെ നോക്കിക്കാണുന്നത് കൊണ്ട് പറയുകയാണ്, അതിൽ കേൾക്കുന്ന പല വാക്കുകളും നമുക്കൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല. ഈ ഫാസ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കും ഫാസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽസും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആ കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? പിന്നെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു, പണ്ടത്തെ കാലമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 2 പേരും വർക്കിംഗ് ആണ്. പണ്ടത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയല്ല ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അധ്യാപകരോടും മാതാപിതാക്കളോടും ഒപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചലച്ചിത്ര പ്രവർത്തകരും നമ്മുടെ അധികാരവർഗവും എല്ലാവരും ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ മൂല്യത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വാല്യൂ ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് മാറ്റുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നല്ല പൗരനെ വാർത്തെടുക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ശ്രമിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, തീർച്ചയായും. അവിടെ ശ്രീ നിതിൻ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോഴും അതായത് പല വിഷയങ്ങളുണ്ട് കുട്ടികളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലഹരിയുടെ ഉപയോഗം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളുടെ സ്വാധീനമുണ്ട്, ടെലിവിഷൻ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള നിരവധിയായ വിഷയങ്ങൾ.
അതോടൊപ്പം തന്നെ സിനിമയും ചേർത്ത് വെക്കേണ്ടി വരുന്നു. സിനിമയിലെ പല ദൃശ്യങ്ങളും അവിടെ ഈ സാങ്കേതിക വിദ്യയുടെ മികവ്, അതുകൊണ്ട് തന്നെ കൂടുതൽ വിഷ്വലൈസ് ചെയ്യുക എന്നതിലേക്ക് ഇപ്പോൾ സിനിമാ പ്രവർത്തകരൊക്കെ മാറുന്നുണ്ട്. കൂടുതൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നതിലേക്ക് മാറുന്നുണ്ട്. അവിടെയാണ് കൂടുതൽ വയലൻസും ഇടം നേടുന്നത്. വയലൻസിനെ മാറ്റി നിർത്തുകയല്ല, പക്ഷേ വയലൻസ് എന്നത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ മാത്രമേ സ്വീകാര്യത ലഭിക്കുന്നുള്ളൂ എന്ന നിലയിലേക്ക് മാറുകയാണ്. അതൊരു പക്ഷേ കുട്ടികൾ കാണേണ്ടതല്ല ഈ സിനിമകൾ എന്നവർ പറയുന്നുണ്ടെങ്കിലും കുട്ടികൾ അത് കാണാൻ താല്പര്യപ്പെടുകയാണ്. കുട്ടികൾ ഒളിഞ്ഞോ പതിഞ്ഞോ ഒക്കെ അതിൻ്റെ പ്രേക്ഷകരായി മാറുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി വരെയെങ്കിലും ഈ സിനിമാ പ്രവർത്തകർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരെ നമുക്ക് പൂർണ്ണമായും മാറ്റി നിർത്താൻ സാധിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കലാരൂപവും വ്യവസായവും ആണ്. അപ്പോൾ അതിൻ്റെ ശരിതെറ്റുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ ദീപപ്രസാദ് ഇവിടെ പുതിയ ഗാനങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ഒരുപക്ഷെ പഴയ ഗാനങ്ങൾ പരിശോധിച്ചാലും ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെയുള്ള ഒരുപാട് ഗാനങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ മനസ്സിലാകണമെങ്കിൽ അതിനൊരു പ്രായപരിധിയുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം കുറിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ ചോര കൊണ്ട് സോഡാ സർബത്ത് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ പഴയ വരികൾ അങ്ങനെയല്ല. കുറച്ചുകൂടിയൊക്കെ ഭാഷാ പ്രാവീണ്യം ലഭിച്ച് വരുമ്പോഴാണ് അതിലെ അർത്ഥതലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം സിനിമയിൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഈ കുട്ടികളെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുക? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ തന്നെയാണ്. അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് പാരന്റ്സിനാണ്. കാരണം നമ്മൾ എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും കുട്ടികള് നമ്മുടെ കൂടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പൊ പല പ്രോഗ്രാമുകളും 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് കാണേണ്ടത്. പക്ഷെ പാരന്റ്സ് അത് ഏത് വയസ്സിന് മുകളിലുള്ളവരാണ് കാണേണ്ടതെന്ന് പോലും അവരറിയാതെ പലപ്പോഴും കുട്ടികളെ കൂടെ ഇരുത്തി അല്ലെങ്കിൽ കുട്ടികൾ തന്നെ അത് കാണുകയാണ്. ഇപ്പൊ പല സിനിമകളും 7 വയസ്സിന് മുകളിലുള്ളവരാണ് കാണേണ്ടത്. അപ്പം അതല്ലാത്ത രീതിയിലാണ് പലപ്പോഴും നമ്മുടെ വീടുകളിൽ പോലും കാണുന്നത്. അപ്പം ഈ കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലാണ്. ഒരു 5 വയസ്സൊക്കെ കഴിഞ്ഞാൽ ധാരാളം പഠനങ്ങൾ കാണുന്നത് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ട്രൈറ്റ്സ് ഒക്കെ തന്നെ പിന്നീട് മാറ്റിയെടുക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പൊ അത്രയും യങ്ങർ ആയിട്ടുള്ള ടൈമിൽ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള വയലൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഹയർ ലെവലിലുള്ള ഒരു എക്സ്പോഷർ ആണ് ഈ സിനിമ പോലുള്ള വിഷ്വൽ മീഡിയകൾ വഴി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ അവരുടെ ബിഹേവിയറിനെയും അവരുടെ പേഴ്സണാലിറ്റിയും തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അവര് കുറെ കുട്ടികളാണെങ്കിൽ ഒട്ടും റെസിസ്റ്റന്റ് അല്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. കുറെ കുട്ടികളാണെങ്കിൽ ഹൈലി റെസിസ്റ്റീവ് ആയിട്ട് പോകണം. എന്ത് കാണിച്ചാലും ഒരു ഇമോഷണൽ ചേഞ്ചും ഇല്ലാത്ത രീതിയിൽ. അപ്പൊ അത് കുട്ടികൾക്ക് അവരുടേതായ പ്രായത്തിൽ വേണ്ടുന്ന ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വേണ്ടുന്ന എക്സ്പോഷർ ആ സമയത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ടൈം തെറ്റി അവർക്ക് എക്സ്പോഷർ വരുന്നത് കൊണ്ടാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും പാരന്റ്സിന്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. പാരന്റ്സ് കുറെ കൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ടും കമ്മിറ്റഡ് ആയിട്ടും ബീങ് എ ഫാദർ അല്ലെങ്കിൽ ബീങ് എ മദർ എന്നുള്ളത് വളരെ സേക്രഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ടാൽ മാത്രമേ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പലർക്കും പല പാരന്റ്സിനും എളുപ്പമാണ് ആക്ച്വലി. ഇപ്പോ TV ഓൺ ചെയ്തിട്ട് കുട്ടികളെ ഇരുത്തി കഴിഞ്ഞാൽ അവർ കുറെ നേരം ഇതിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുള്ളൂ. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റന്റീനിയസ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് പ്ലഷർ വളരെയേറെ എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. ലോങ് ടേം ആയിട്ടുള്ള കോൺസിക്വൻസിനെ കുറിച്ച് അവർ കൺസേൺഡ് അല്ല. അപ്പൊ അത് കുറെ കൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിയുള്ളൂ. അപ്പൊ കുട്ടികള് ഇത്തരത്തിലുള്ള മീഡിയ ഓപ്പൺ ചെയ്ത് വെച്ചു കൊടുക്കുമ്പോൾ അവർ അതിനകത്തേക്ക് വളരെ അറ്റന്റീവ് ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഇത് പാരന്റ്സിന് പലപ്പോഴും ഒരു എക്സ്ക്യൂസ് ആയിട്ട് അല്ലെങ്കിൽ എളുപ്പ വഴിയായിട്ട് കുട്ടികൾ അടങ്ങിയിരിക്കാൻ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാൻ ഇതിനൊക്കെ ഉള്ള ഒരു വഴിയായിട്ടാണ് കാണുന്നത്. പക്ഷേ തീർച്ചയായും അത്തരം ചിന്താഗതികൾ എന്തായാലും നമ്മുടെ രക്ഷിതാക്കൾ മാറ്റേണ്ടതുണ്ട്. സിനിമ എന്നത് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന മാധ്യമങ്ങളിൽ ഒന്നാണ്. അത് ഒരു കലാരൂപം എന്നതിന് ഒപ്പം തന്നെ അതൊരു വ്യവസായവും കൂടിയാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. സിനിമകൾ പ്രത്യേകിച്ച് ലഹരി, അടിപിടി, അക്രമങ്ങൾക്കൊക്കെ വലിയ ഇടം നൽകുന്ന സിനിമകൾ നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ് ഇന്ന് പരിശോധിച്ചത്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. പ്രത്യേക ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.